ശ്രീ ജിതിൻ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ജിതിൻ, MLA സ്ഥാനം രാജിവെക്കണമെന്നൊരാവശ്യം BJP ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്. വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും പാലക്കാട് കേന്ദ്രീകരിച്ച് കാണുകയും ചെയ്തു. എവിടെ പരാതി? ആരെങ്കിലും പരാതി പറഞ്ഞോ? മുഖമുള്ള പരാതിയുണ്ടോ? തനിക്ക് താൻ നിയമവിധേയമായിട്ടല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തന്റെ രാജി എന്ന് പറഞ്ഞ ഇടത്താണ് നമ്മൾ അവന്തികയുടെ ഈ തുറന്നു പറച്ചിൽ ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അവന്തിക പറയുന്നു എത്ര മോശം ഭാഷയിലാണ്, എത്ര മോശമായ രീതിയിലാണ് ഈ MLA സമീപിച്ചത് എന്നത്. ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ആരോപണം? ഇനി ആ MLA സ്ഥാനത്ത് തുടരാൻ രാഹുലിന് ധാർമ്മികത ഉണ്ടോ? കേരളത്തില് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ മുൻപും ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാജികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് 1% പോലും വിശ്വസിക്കാൻ തരാത്ത തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ അടിമ അല്ലെങ്കിൽ ലൈംഗിക വൈകൃത ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ ഓരോ തുറന്നു പറച്ചിലൂടെ പുറത്തോട്ട് വരുന്നത്. നോക്കൂ, എന്തുമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം. അവരെ പോലും വെറുതെ വിടാത്ത അത്തരത്തിലൊരു കാമവെറിയനായിട്ട് ഇയാൾ എങ്ങനെ മാറി? ഇയാൾക്ക് എങ്ങനെ ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു? ഇയാൾക്ക് ഇങ്ങനെ തുറന്നു സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു ഉളുപ്പുമില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ സമ്മതിക്കാനും സഞ്ചരിക്കാനുമുള്ള അവസരമല്ലേ കോൺഗ്രസ് നേതൃത്വം ഇത്രയും കാലം തുറന്നു കൊടുത്തുകൊണ്ടിരുന്നത്? കാരണം ഈ പരാതികളെല്ലാം ഉയർന്നു വരുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. ഈ പരാതികൾ ഉന്നയിക്കുന്നവർക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോട് ഈ പരാതികൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഇവിടെ നേരത്തെ ഇന്നലെ ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നു, പല തവണ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മുമ്പിൽ ഈ പരാതിയുമായിട്ട് അവർ എത്തിയിട്ടുണ്ടെന്ന്. അന്നൊക്കെ പരിഹരിക്കാം, സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കരുത്. ഇത്രമാത്രം ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന പാരമ്പര്യമാണോ കോൺഗ്രസ് കേരളത്തിലെ യുവാക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം ലൈംഗികതരമായിട്ടുള്ള അധപ്പതനത്തിലേക്ക് പോയ ഒരു വ്യക്തി ജനങ്ങൾക്ക് മുമ്പിൽ MLA ആയിട്ടിരിക്കുന്നതിൽ കോൺഗ്രസ്സുകാര് അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചത് കൊണ്ട് അത് ഈ ജനങ്ങളിലുള്ള ധാർമ്മികത നിറവേറ്റി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നിമിഷം പോലും MLA ആയി തുടരാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. ഇത്രയും കാലം നിങ്ങൾ അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കരുത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ യുവാക്കളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ മേനിയാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേപോലുള്ള ഈ കാമവെറിയന്മാരെയാണോ, ലൈംഗിക വൈകൃതത്തിന് അടിമയായവരെയാണോ കേരളത്തിലെ യുവാക്കൾ ഫോളോ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള നേതാക്കളെയാണോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കടയല്ല തുറന്നു വലിച്ചിരിക്കുന്നത്, നല്ല പത്തരമാറ്റ് കോഴിക്കടയാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ധാർമ്മികത എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനില്ല, ധാർമ്മികത എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. MLA സ്ഥാനം. ശരി, BJP പ്രതിനിധി ജിതിനാണ് സംസാരിച്ചത്. വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് പ്രതിനിധി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖമുള്ള ഒരു പരാതിയുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് താൻ നിയമവിധേയമായത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജി എന്നതാണ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. നോക്കൂ, ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്തയാണ്. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപും താങ്കൾ കേട്ടിട്ടുണ്ടാകും. അവന്തിക എന്ന ട്രാൻസ് വുമണിനോട് ഏത് ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംസാരിച്ചത് എന്ന്. ഇനി ധാർമ്മികതയുടെ പേരിലുള്ള രാജിയാണെന്നോ CPM-ലെ അന്തഛിദ്രങ്ങൾക്കിടയിൽ വന്ന വാർത്തയാണെന്നോ പറയുമോ നേതൃത്വം? അല്ല രേണു, നോക്കൂ, അതിനുത്തരം പറയാം. അതിനു മുമ്പ് നേരത്തെ സംസാരിച്ച BJP പ്രതിനിധിക്ക് ഒരു ഉത്തരം പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം കേരളത്തിലെ വിഷയമായിട്ട് പോലും ശ്രീ രാഹുൽ ഗാന്ധി കോഴിക്കടയാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് രാഹുൽ ഗാന്ധി അല്ല, ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി. കോഴിക്കട, A ക്ലാസ് കോഴിക്കട തുറന്നു വെച്ചിരുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ആ കടയിലെ മെയിൻ കച്ചവടക്കാരന്റെ പേര് നിങ്ങളുടെ മുൻ MP കൂടിയായിരുന്ന ബ്രിജിഭൂഷൺ സിംഗ് എന്നാണ്. അദ്ദേഹത്തിനെതിരെ ഈ രാജ്യത്തെ ഒളിമ്പിക്സ് താരങ്ങൾ അവർ സമരം നടത്തി ഒടുക്കം ഗംഗയിൽ തങ്ങളുടെ ഒളിമ്പിക്സ് മെഡലുകൾ
എറിഞ്ഞു കളയാൻ പോകുന്നു. ഇതുപോലെ ചാറ്റ് ചെയ്ത പരാതിയല്ല കേട്ടോ, പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. അവർ പോലീസിൽ പരാതി കൊടുത്തു, ഒളിമ്പിക്സ് അസോസിയേഷന് പരാതി കൊടുത്തു, ലോക്സഭാ സ്പീക്കറിന് പരാതി കൊടുത്തു, ഒടുക്കം സമരം ചെയ്തു. എന്നിട്ടും നിങ്ങൾ മാറ്റി നിർത്തിയില്ല എന്ന് മാത്രമല്ല, ബ്രിജ്ഭൂഷൺ സിംഗിനെ നിങ്ങൾ സംരക്ഷിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ മാറേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾക്കോ മകനാണെന്ന് തോന്നുന്നു, സീറ്റ് കൊടുത്ത് നിങ്ങൾ ആനയിച്ചിരുത്തി. അതുകൊണ്ട് എ ക്ലാസ് 5 സ്റ്റാർ കോഴിക്കട നടത്തുന്നത് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്ന നിങ്ങളുടെ നേതാവാണ്. അവിടെ അല്ല പറയട്ടെ, ഞാൻ രാഹുൽ ഗാന്ധിയെ ഒരു ചർച്ച തുടങ്ങുകയാണ്. അതിന്റെ ആദ്യം തന്നെ അതിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റില്ല വസന്ത്. അറിയാമല്ലോ, ഇന്ന് കേരളം ഇന്നത്തെ ദിവസം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ 5 സ്റ്റാർ കട തുടങ്ങിയത് ആര് എന്നതിന് മുൻപ് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ താങ്കൾ ആദ്യം അഡ്രസ് ചെയ്യൂ, അതിനുശേഷം മറുപടി പറഞ്ഞോളൂ. രേണു, അത് അദ്ദേഹത്തിനുള്ള മറുപടി. ഇനി രണ്ടാമത് ശ്രീ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ക്ലിയർ ആയി അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചിരുന്നു, പാർട്ടിയും വിശദീകരിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പോലീസാണ് തെളിയിക്കേണ്ടത്. ഈ ആദ്യത്തെ പരാതിക്കാരി, അതായത് റിനിയുടെ പേര് പറയുന്നത് റിനി തന്നെ അതിനെ അനുവദിച്ചിട്ടുള്ളതുകൊണ്ടാണ്. റിനി കേരളത്തിന്റെ പോലീസ് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ പോലീസ് പരാതി കൊടുക്കാത്തത്. എനിക്ക് പിതൃതുല്യനായ പ്രതിപക്ഷ നേതാവിലും കോൺഗ്രസ് പാർട്ടിയിലുമാണ് വിശ്വാസമുള്ളത് എന്ന് പറയുകയും ആ പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പരമാവധിയായ നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി വസന്ത് തെങ്ങുംപള്ളി, എന്താണ് സംഭവിച്ചത്, കണ്ടത്, കേട്ടത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. താങ്കൾ ചാനൽ ചർച്ചയിൽ ഇനി തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. റിനി പറഞ്ഞത് താൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർ മൈൻഡ് ചെയ്തില്ല, അവർ വിലക്കെടുത്തില്ല, ഒന്ന് വാക്കുകൊണ്ട് പോലും നിയന്ത്രിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് റിനിക്ക് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നത്. റിനി പറയുന്നു, ഞാൻ അത്ര വലിയ ഇരയൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം, ചാറ്റിന്റെ കാര്യം മാത്രമാണ് എനിക്ക് നേരിട്ടിട്ടുള്ളത്. പക്ഷേ ഗൗരവതരമായ വിഷയം അതല്ല. പാർട്ടിയിലെ മന്ത്രിമാരുടെ മക്കൾക്ക്, അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾക്കും ഭാര്യമാർക്കും വരെ ഈ അവസ്ഥ നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരണം എന്നതാണ് പറഞ്ഞത്. അല്ലാണ്ട് റിനി പറഞ്ഞതിനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട. കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അല്ല രേണു, ഞാനിവിടെയുള്ള എല്ലാ പുകമറയ്ക്കും മാറാല തൂക്കാൻ വന്ന ആളല്ല, അതാദ്യം മനസ്സിലാക്കൂ. അവർക്ക് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള 3 പരാതിക്കാരുടെ കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത്, അതിനെ അഡ്രസ് ചെയ്യാം. അല്ലാതെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നതിനെല്ലാം കൂടി ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് സൗകര്യം ഉണ്ടാവില്ല, എനിക്ക് അതിന് നിർവാഹവുമില്ല. എങ്ങനെ ഉത്തരം പറയും? പാർട്ടിയിലെ മന്ത്രിമാർ, ഏത് മന്ത്രിമാർ? കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരോ, അതോ UPA ഗവൺമെന്റിന്റെ കാലത്തെ മന്ത്രിമാരോ? അതിൽ ഏത് മന്ത്രിയുടെ മകൾ? ആ മന്ത്രി റിനിയോട് പറയേണ്ട കാര്യമുണ്ടോ? റിനി ആരാണ്? കോൺഗ്രസ് പാർട്ടിയിലെ മന്ത്രി പദവിയിൽ ഇരുന്ന ആൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം KSUവിന്റെ പേരും ഭാരവാഹി മാത്രമാണ്. അങ്ങനെ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകൾക്ക് നേരെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു KSU ഭാരവാഹിക്ക് നേരെ ആക്ഷൻ ഉണ്ടാവില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ KSUവിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി അറിയാം. അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നതൊന്നും അല്ല രാഹുൽ, ക്ഷമിക്കണം വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ നടക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ജനപ്രതിനിധി അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമണിനെ വിളിച്ച് എനിക്ക് നിങ്ങളെ റേപ്പ് ചെയ്യണം എന്ന് പറയുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു ഒരു ജനപ്രതിനിധിക്ക് എന്നത്? സ്വന്തം ഇമേജ് നോക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ ഒരു സംസാരം പറ്റുമോ? അത് മാത്രവുമല്ല, എന്ത് തരം ലൈംഗിക വൈകൃതമാണ് ആ സംഭാഷണത്തിലേക്ക് നയിക്കുന്നതെന്ന് പോലും എനിക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല. അത്രമാത്രം ഞെട്ടൽ എനിക്കുണ്ട്. വസന്തിന് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ? എനിക്ക് തോന്നുന്നു അല്ല, അങ്ങനെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല എന്ന് പറയരുത്. രേണു നോക്കൂ, ജനപ്രതിനിധി എന്നല്ല, ഞാൻ അടങ്ങുന്ന പൊതുപ്രവർത്തകർ, ഈ ചർച്ചയിൽ ഇരിക്കുന്ന മുഴുവൻ പൊതുപ്രവർത്തകരും നമ്മളെല്ലാം ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് പോലെയാണ്. അതായത് 4 സൈഡിലും 360 ഡിഗ്രി ക്യാമറ നമ്മുടെ എല്ലാം ചുറ്റുമുണ്ട്. അത് CPM-കാരന്റെ ചുറ്റുമുണ്ട്, എന്റെ ചുറ്റുമുണ്ട്, അങ്ങയുടെ ചുറ്റുമുണ്ട്. അപ്പൊ സ്വാഭാവികമായും ആ ക്യാമറയെ ഭയന്നെങ്കിലും ഞാൻ പ്രത്യേകം കോട്ട് ചെയ്യുന്നു, അതിനെ ഭയന്നെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ സമൂഹത്തിൽ പാലിച്ചു വരേണ്ട ഒരു മര്യാദ ഉണ്ട്. ആ മര്യാദ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർ അവർ ആദ്യം പോലീസിനെ സമീപിക്കണം. പോലീസിനെ സമീപിച്ച് പോലീസ് അതിൽ FIR ഇട്ട് അന്വേഷണം നടത്തണം. തെറ്റുകാരനാണെങ്കിൽ ക്രൂശിക്കണം എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. അത് അങ്ങേക്കും അറിയാമല്ലോ എന്റെ നിലപാടിനെ പറ്റി. ഞാനതിൽ മാറ്റി പറഞ്ഞൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ പാർട്ടിയെ മുഴുവൻ അങ്ങ് താറെടുത്ത് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ പ്രതികരിച്ചാൽ, അല്ലെങ്കിൽ അതായത് വസന്ത്, നിങ്ങൾ ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഇനി കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ, നേതാക്കന്മാരുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അനുഭാവികളാണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ പിതൃതുല്യരായി കാണുന്നവരാണെങ്കിലും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു നീതിയും ഉണ്ടാവില്ല. ഞങ്ങൾ ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് കാണുന്നവരാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് അതിലൊന്നും ഇടപെടാനുള്ള യാതൊരു ബാധ്യതയും ഇല്ല. ഞങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിൽ പൊയ്ക്കോളൂ എന്നതാണ് വസന്ത് തെങ്ങുംപള്ളിയുടെ ഇതിലുള്ള ന്യായം എന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ മനോഹരമായിട്ടുണ്ട്.
നെവർ ശ്രീ രേണുക, അങ്ങ് കണ്ണടച്ചിട്ട് ഇരുട്ടാന്ന് പറഞ്ഞാൽ അങ്ങേക്ക് മാത്രമാണ് ഇരുട്ടാകുക. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് പോലീസ് സംവിധാനത്തിലൂടെ കടന്നു പോകണം. അത് രാഹുൽ മാങ്കൂട്ടോ അല്ല വസന്തകുംപള്ളി ആണെങ്കിലും എനിക്കെതിരെ ആരോപണം വന്നാലും അവർ ഏറ്റവും ആദ്യം പോലീസിൽ വിശ്വാസമുണ്ടെങ്കിൽ പോലീസിനെയാണ് സമീപിക്കേണ്ടത്. പോലീസ് ഈ രാജ്യത്തെ നിയമ നടപടികളിലൂടെ കടന്നു പോകണം. ഞാൻ അവർക്ക് ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ സർവീസ്, ലീഗൽ സർവീസ് കൊടുത്തേക്കാം. അവരോട് വരാൻ പറയും, നമുക്കത് ചെയ്യാം. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടിയിൽ പറഞ്ഞാൽ നടപടി ഉണ്ടാകുമോ? പാർട്ടി നടപടി ഉണ്ടായതുകൊണ്ടല്ലേ ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് ഇന്ന് രാജിവെക്കേണ്ടി വരുന്നത്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അതിലേക്ക് നമുക്ക് വരാം. പാർട്ടി പറഞ്ഞിട്ടാണോ രാജിവെച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണോ മാധ്യമങ്ങളോട് പറഞ്ഞത്? പാർട്ടി ആവശ്യപ്പെട്ടെന്നോ? ഏതെങ്കിലും ഒരു നേതാവ് രാജി ആവശ്യപ്പെട്ടു എന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞോ? ഏതെങ്കിലും ഒരു നേതാവ് മാധ്യമങ്ങളോട് ഞാൻ അങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് രാജി എന്ന് പറഞ്ഞോ? KPCC അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അങ്ങനെ ഒരു രാജി ആവശ്യപ്പെട്ടു എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ഏതെങ്കിലും നേതാക്കൾക്ക് ഉണ്ടായിരുന്നോ കോൺഗ്രസിൽ? നോക്കൂ ശ്രീ രേണുക, രണ്ട് കാര്യത്തിന് ഉത്തരം പറയാം. ഒന്ന്, അങ്ങ് ചോദിച്ച രാജിയുമായി ബന്ധപ്പെട്ട് 1:30 ശ്രീ രാഹുൽ മാങ്കൂട്ടൻ രാജി പ്രഖ്യാപിക്കുന്നത്. ഏതാണ്ട് 11:11-11:30 ഇടയിൽ നിങ്ങൾ പ്രതിപക്ഷ ശ്രീ VD സതീശനെ കാണുമ്പോൾ വളരെ ക്ലിയറായി അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും, പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഗൗരവതരമാണ്, ആ നടപടിക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്ന് ക്ലിയറായി പാർട്ടി നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചു. നടപടിക്ക് കാത്തു നിൽക്കാതെ രാജിവെച്ചെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാന്യതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർമ്മികതയോ. രാജിക്ക് ശേഷമാണല്ലോ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടത്. വെയിറ്റ് ആൻഡ് സീ എന്നതാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണല്ലോ മാധ്യമങ്ങളെ കണ്ട് KPCC അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമായി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചതാണ് എന്ന്. അല്ല, ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടി വന്നില്ല എന്നാണ് പറഞ്ഞത്. ആവശ്യപ്പെടേണ്ടി വന്നില്ല. ഒന്ന്. രണ്ട്, ശ്രീ രേണുക, അങ്ങ് ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഈ സംസ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ മുഴുവൻ മക്കളെയും ഭാര്യമാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തരുത്. ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് രാജിവെച്ചു കഴിഞ്ഞ വസന്ത് വാക്കുകൾ നോക്കൂ. ഞാനാണോ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത്? റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി ഞാൻ പറഞ്ഞ കാര്യമാണോ? അവർ ആരെ ആരാധിക്കുന്നവരാണ്? പ്രതിപക്ഷ നേതാവിനെ പിതാവായി പിതൃതുല്യനായി കാണുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ റിനി ഞാൻ പറഞ്ഞ കാര്യമാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല രേണു, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വളരെ ക്ലിയർ ആയി. ഇപ്പോഴത്തെ PCC അധ്യക്ഷൻ, സ്ഥാനമൊഴിഞ്ഞ PCC അധ്യക്ഷൻ, അതിനു മുമ്പുള്ള PCC അധ്യക്ഷന്മാർ, അതായത് ആ ഒരു ടേൺ ഓവർ ഏതാണ് ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ അതല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ മക്കൾമാരെ ആരോപണ മുനയിൽ നിർത്തുന്നു ഞാൻ എന്നതാണ് താങ്കൾ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം. ആരാണ് മുന്നിൽ നിർത്തിയത്? അങ്ങനെ നിർത്തേണ്ടി വന്ന സാഹചര്യം എന്താണ്? മറ്റൊരാൾ പറയുന്നത് ഏറ്റുപറയേണ്ടത്. കാര്യം ഞങ്ങൾക്കെതിരെ ഇങ്ങനെ മറ്റൊരാൾ പറഞ്ഞത് ഏറ്റുപറഞ്ഞാൽ എന്താണ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി? വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു സ്ത്രീ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് ഏറ്റുപറയുന്നതിൽ എന്താണ് തെറ്റ്? അവരെ സംശയത്തിന് മുന്നിൽ നിർത്തണമോ? അതിൽ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞു. അതിൽ PCCയുടെ മുൻ അധ്യക്ഷന്മാർ, ഇപ്പോഴത്തെ അധ്യക്ഷൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞു. അത്തരം ഒരു പരാതി കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ലെന്നേ, കിട്ടിയിട്ടില്ല. കിട്ടാത്ത പരാതിയെ പറ്റി പരാതി കൊടുത്തിട്ടില്ല എന്ന്, പരാതി കൊടുത്തു എന്ന് ആരും പറഞ്ഞില്ലല്ലോ. പരാതി പോലും കൊടുക്കാതെ, പരാതി പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ അത് ആരാണ് സംരക്ഷിച്ചു നിർത്തുന്നത്? ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ആരാണ് സംരക്ഷിച്ചു നിർത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം തിരിച്ചു വെക്കട്ടെ. 10 വർഷമായി ഞങ്ങൾ ഭരണത്തിലില്ല. ഞങ്ങൾ വിചാരിച്ച ഏതെങ്കിലും പരാതി പുറത്തേക്ക് വരാതിരിക്കുമോ? അങ്ങനെ പുറത്തോട്ട് വരാതിരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ അധോലോക സംവിധാനം വല്ലതുമുണ്ടോ? ഇതിനു മുമ്പുണ്ടായിരുന്ന PCC അധ്യക്ഷന്മാർ വളരെ ക്ലിയർ ആയി പറഞ്ഞു, പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. പാർട്ടിയുടെ മുന്നിൽ പരാതി വന്നോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ വസന്ത് തെങ്ങുംപള്ളി ഇവിടുത്തെ വിഷയം. ഇവിടെ ഇന്ന് റിനി എന്ന് പറയുന്ന നടി എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അവരുടെ വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള അനുഭവം ഏതൊക്കെ നേതാക്കന്മാരടുത്ത് പറഞ്ഞു എന്നത് അവർ തന്നെ പറയുന്നു. നേതാക്കന്മാരുടെ പേര് എന്നതല്ല ഞാൻ പറയുന്നത്. തനിക്ക് സാധ്യമായ എല്ലാ നേതാക്കന്മാരുടെ അടുത്ത് ആ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ അവരോട് വ്യക്തമായി ചോദിക്കുന്നു, അതിനുശേഷം എന്തെങ്കിലും മാറ്റം സമീപനത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന വ്യക്തിയുടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമീപനത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അവർ പറഞ്ഞില്ല എങ്കിൽ പോലും ചോദിക്കുന്നു, സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി? ഒരു മാറ്റവും ഉണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞ പരാതി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അത്തരം സമീപനമാണ് പിന്നെയും ആവർത്തിച്ചുണ്ടായത് എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ നേതാക്കന്മാരോട് പറഞ്ഞു, യാതൊരു ഫലവുമില്ല. അങ്ങനെ കാത്തിരുന്നു എന്തെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്ന്. അത് കാത്തിരുന്നിട്ട് പുറത്തു പറയേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പറയുകയാണ്,
പറയുകയാണ് അത് പരാതിയായി എഴുതി തന്നില്ല എന്ന്. പരാതിയായി ഇങ്ങനെ ഒരു വിഷയം എത്ര പേർ മുന്നോട്ട് വരും? എത്ര പേർക്ക് അതിനുള്ള ധൈര്യം കാണും? ഇന്ന് ഈ അവന്തിക എന്ന് പറയുന്ന യുവതി ഞങ്ങളുടെ ട്രാൻസ് വുമൺ ഞങ്ങളുടെ ചാനലിൽ ഇരുന്ന് തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിളിക്കുകയാണ് ഫോണിൽ. അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു കാര്യം തുറന്നു പറയുമ്പോൾ പോലും ഭീഷണിപ്പെടുത്താനോ അനുനയിപ്പിക്കാനോ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി വിളിക്കാൻ ധൈര്യമുള്ള ഒരാൾക്കെതിരെ ആര് തുറന്നു പറയും? അല്ല, ഞങ്ങൾ ആരും വെള്ളപ്പേപ്പറിൽ പരാതി വേണ്ട എന്ന് വേണമെന്നൊന്നും പറഞ്ഞില്ല. വെള്ളപ്പേപ്പറിൽ പരാതി കൊടുത്തവരുടെ അവസ്ഥ നമുക്കറിയാലോ. M മുകേഷ് തൊട്ട് PK ശശിയും P ശശിയും അടക്കമുള്ളവരുടെ നിലപാട് എന്താണെന്നും ആ പാർട്ടി എനിക്ക് ശേഷം സംസാരിക്കാൻ CPM ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു പോകുന്നത്. PK ശശിയും P ശശിയും എവിടെയാണ് സംരക്ഷിച്ചതെന്നും M മുകേഷിനെ എങ്ങനെയാണ് തീവ്രത അടക്കാൻ പോയെന്നും P ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കും അടക്കമുള്ളവർ, ഐസക്ക് മൂന്നാറിലേക്കാണ് വിളിച്ചത്, ഐസക് അടക്കമുള്ളവർക്ക് പിന്നീട് ഏതൊക്കെ ലോക്സഭയിൽ മത്സരിക്കാൻ സ്ഥാനം കൊടുത്തു നമ്മൾ കണ്ടതാണ്. പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല. കോൺഗ്രസ് വളരെ ക്ലിയർ ആയി, ഞങ്ങൾക്ക് പരാതി കിട്ടിയെങ്കിൽ പരാതി കിട്ടി എന്ന് പറയും. പരാതി കിട്ടിയിട്ടില്ല. പക്ഷേ പൊതുമാധ്യമങ്ങളിൽ അവർ പറഞ്ഞ ശേഷം വളരെ ക്ലിയർ ആയ വിഷയത്തിൽ ഞങ്ങൾ ആക്ഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ ആരോപണ വിധേയൻ ആക്ഷൻ സ്വമേധയ ഒരു ആക്ഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ ആരെയും സംരക്ഷിക്കാനില്ല. 10 വർഷമായി പ്രതിപക്ഷത്തും കേന്ദ്രത്തിലും ഭരണത്തിലില്ലാത്തവരാണ്. ഞങ്ങളുടെ കയ്യിലല്ല പോലീസ്. ദയവ് ചെയ്ത് ഞാൻ ആ കുട്ടിയോട് എല്ലാ അർത്ഥത്തിലും, ആ കുട്ടിയോടും ഈ ആരോപണം നിങ്ങൾ ചാനൽ ഉന്നയിക്കുന്ന കുട്ടികൾ എന്ന് ഇനി പറഞ്ഞ അടുത്ത പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് പറയുന്നത്, ആ സഹോദരിമാരോടെല്ലാവരോടും പൂർണ്ണാർത്ഥത്തിൽ യോജിച്ചുകൊണ്ട് അവർക്ക് എന്റെ സഹായം ആവശ്യമില്ല എങ്കിൽ പോലും എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് വസന്ത തെങ്ങുംപള്ളി ആയിക്കോട്ടെ, അയാൾ എക്സ്പോസ് ചെയ്യപ്പെടണം. അല്ലാതെ P ആണ്, V ആണ്, T ആണ് എന്ന് പറയണ്ട. അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം, കേസ് കൊടുക്കണം, രാജ്യത്ത് സാധ്യമായ നിയമസംഹിതയിലൂടെ മുമ്പോട്ട് പോകണം. അതിനുള്ള ധൈര്യം ഒന്നെങ്കിൽ അവർക്കില്ലെങ്കിൽ അതിന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇനി അവർക്ക് അതിനുള്ള വിശ്വാസം പോലീസിൽ ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. ശരി, വസന്ത് പറഞ്ഞു തീർത്തു. എനിക്ക് ചോദ്യം